ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ വ ഇൻ കാന മുഅ്മിന, അയാൾ മുഅ്മിനാണെങ്കിൽ കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, നമസ്കാരം അയാളുടെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും, ഫർദ് നമസ്കാരം. വ സകാത്തു അൻ യമീനിഹി, വലതു ഭാഗത്ത് സക്കാത്ത് വന്ന് നിൽക്കും. നോമ്പ് ഇടതു ഭാഗത്ത് വന്ന് നിൽക്കും. വസായിറുൽ അമാൽ, മറ്റെല്ലാ അമലുകളും കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും. എന്തിനാണെന്നറിയോ? തലഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാൽ തടുക്കാൻ ഫർദ് നിസ്കാരത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതിനുള്ള പവറിന്റെ ഫർദ് നിസ്കാരത്തിനില്ലെങ്കിലോ? അപ്പൊ എന്തിനാ ഇന്ന ഖബർക്ക് വെച്ചത് മുതൽ സ്വർഗത്തിലെത്തുന്നത് വരെ എന്നെ എല്ലാ ശിക്ഷയെന്നും തടുക്കാനാണ് റബ്ബേ ഞാൻ നിസ്കരിക്കണം കേട്ടോ, ആ കോലത്തിൽ ഇത് നിർവഹിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തരണം കേട്ടോ എന്ന ദുആയും തേട്ടും ദൃഢനിശ്ചയും അങ്ങനെ മനസ്സിനെ നമസ്കാരത്തിൽ പിടിച്ചു നിർത്തണം. അപ്പോൾ അതാ എന്തിനാന്ന് മനസ്സിലാക്കണം. വസ്സക്കാത്തു അൻ യമീനിഹി, വലതു ഭാഗത്ത് വന്ന് നിൽക്കൽ നോമ്പല്ല, നിസ്കാരമല്ല. നിസ്കാരം കഴിഞ്ഞാൽ സക്കാത്താ. നമ്മൾ സാധാരണ നിസ്കാരം നോമ്പ് എന്നാ പറയാ. ഖുർആനിൽ എവിടെയും അങ്ങനെ പറഞ്ഞില്ല. നിസ്കാരത്തോട് ചേർത്ത് അള്ളാഹ് പറഞ്ഞത് സക്കാത്തിനാ. അത് കൊടുത്തുണ്ടെങ്കിൽ അത് കൊടുക്കാത്തവരെ പറ്റി ഖുർആൻ പറഞ്ഞത് മുശ്രിക്ക്ന. വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുത്തൂന സക്കാത്ത, സക്കാത്ത് കൊടുക്കാത്തവനെ ഖുർആൻ വിളിച്ച പേര് മുശ്രിക്ക്ന. വലതു ഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പോ നിസ്കാരം തടുക്കൂല, നോമ്പ് തടുക്കൂല, ഹജ്ജ് തടുക്കൂല, സക്കാത്തെ തടുക്കൂ. സക്കാത്ത് കൊടുക്കാൻ അർഹത ഉണ്ട് കൊടുത്തുണ്ടെങ്കിൽ മാത്രം. അപ്പൊ സക്കാത്ത് കൊടുക്കണം എന്തിനാ? അതിന് കഴിച്ചിലാണല്ലോ വയ്യ നോക്കേണ്ടി. ഇടത് ഭാഗത്ത് നോമ്പ്, നോമ്പിന് ഇടത് ഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പം തടുക്കാൻ നോമ്പിനെ അധികാരമുള്ളൂ. വസായിറുൽ അമാൽ, സുന്നത്ത് നിസ്കാരം, കുടുംബം ചേർക്കൽ, ഹജ്ജ്, ഉംറ, ഖുർആനോത്ത്, സദഖ, അതൊക്കെ കാലിന്റെ ഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പോൾ തടുക്കും. അത് ആ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവണം ചെയ്യുമ്പോ. അപ്പൊ ആ ലക്ഷ്യം കിട്ടാൻ എങ്ങനെ ചെയ്യണം? അത് ആ രൂപത്തിൽ എല്ലാ കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്രേ ഉള്ളൂ, ഇബാദത്ത് ആസ്വദിക്കണം, നിർവഹണത്തിൽ നിന്ന് ആസ്വാദനത്തിലേക്ക് വരണം. അപ്പൊ അത് എത്ര ചെയ്താലും മതിയാവൂല. എത്രയേ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്, എത്ര ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഒന്നാമത്തെ മാറ്റം നമ്മിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് ആസ്വദിക്കണം. അതിന്റെ എങ്ങനെയോ ആട്ട് പടച്ചു വെക്കുകയല്ല, ആസ്വദിക്കുക. അത് എനിക്ക് ഇന്നത് കിട്ടാനാണ് ഞാൻ ഈ ചെയ്യുന്നത്, അത് ഇന്നത് കിട്ടും, അതിന് ഇന്ന രൂപത്തിൽ അത് ചെയ്യണം, അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് പുലർത്തി അത് വളരെ ഭംഗിയായി. മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമസ്കാര ശേഷം യാന്ത്രികമായി പറഞ്ഞു പോകുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും ഭംഗി. എന്തിനാ? എനിക്കിതിന്റെ എല്ലാ ഫലവും കിട്ടണം, ഇതുകൊണ്ട് കിട്ടേണ്ട എല്ലാ പ്രതിഫലവും എനിക്ക് കിട്ടണം, അതിന് ഭംഗിയാക്കണം. വേണ്ട, അതെന്താ? അത് ആസ്വദിക്കുകയാണ്. അതിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ അതിന്റെ